Important startup terms you should know before starting a startup. Welcome to Series Startup Samphom Episode 3. നമസ്കാരം, ഞാൻ ആര്യൻ. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സായി സംസാരിക്കുമ്പോഴും ഐഡിയ പിച്ച് ചെയ്യുമ്പോഴും സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴും ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ടപ്പ്. ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ ആശയം അടിസ്ഥാനമാക്കി തുടങ്ങുന്ന ബിസിനസ്സാണ് സ്റ്റാർട്ടപ്പ്. ഉദാഹരണത്തിന് സ്വിഗ്ഗി, ഓല, പേടിഎം, ബൈജൂസ് എല്ലാം തന്നെ സ്റ്റാർട്ടപ്പാണ്. എന്താണ് സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ടപ്പിനുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ എപ്പിസോഡ് 1 നൽകിയിട്ടുണ്ട്. കാണാത്തവർ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫൗണ്ടർ ഓർ കോ ഫൗണ്ടർ. ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്ന വ്യക്തിയാണ് ഫൗണ്ടർ. അവർ ബിസിനസിന്റെ ഇനീഷ്യൽ ഐഡിയ, വിഷൻ എല്ലാം മുന്നോട്ട് വയ്ക്കുകയും അത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. കോ ഫൗണ്ടർ എന്നത് ഒരു ഫൗണ്ടർക്കൊപ്പം അല്ലെങ്കിൽ മറ്റു കോ ഫൗണ്ടർമാരോടൊപ്പം സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്ന വ്യക്തിയാണ് കോ ഫൗണ്ടർ. ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം, ഐഡിയ, ടാലൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് എല്ലാം തന്നെ അവർ ഒരുപോലെ പങ്കിടുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് പിച്ച്. ഒരു സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ എന്നിവയെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സ്, പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് മുന്നിൽ വളരെ ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന സമ്മറിയാണ് പിച്ച്. ഷാർക്ക് ടാങ്ക് പോലുള്ള ഷോസിൽ ഒരുപാട് പേർ അവരുടെ ഐഡിയാസ് പിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് പിച്ച് ടെക്. പിച്ച് ടെക് എന്നത് ഒരു സ്റ്റാർട്ടപ്പിന്റെ ബിസിനസ് ഐഡിയ, പ്രൊഡക്റ്റോ സർവീസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി എന്നിവയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രസന്റേഷനാണ്. ഇത് സാധാരണയായി ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെന്റർഷിപ്പ് ആൻഡ് അതർ റിസോഴ്സ് എല്ലാം നേടുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ബിസിനസിന്റെ പ്രധാന വശങ്ങൾ വ്യക്തവും ആകർഷകവുമായ രീതിയിൽ അവതരിപ്പിക്കാൻ പിച്ച് ടെക്കിനെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങളുടെ സംരംഭം മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നവും പരിഹാരവും, എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ്, ആരാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ, എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന ബിസിനസ് മോഡൽ, ആരൊക്കെയാണ് നിങ്ങളുടെ ടീം അംഗങ്ങൾ, ഫണ്ടിംഗ് എത്ര വേണം, എന്തൊക്കെ റിസോഴ്സസ് വേണം എന്നതെല്ലാം തന്നെ പിച്ച് ടെക്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഫണ്ടിംഗ്. ഒരു ബിസിനസ് ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ വളർത്താനോ ആവശ്യമായ ഫൈനാൻഷ്യൽ റിസോഴ്സിനെയോ ക്യാപിറ്റലിനെയോ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ഫണ്ടിംഗ് എന്ന് സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക് വായ്പകൾ, ക്രൗഡ് ഫണ്ടിംഗ് അല്ലെങ്കിൽ സർക്കാർ ഗ്രാന്റുകൾ എന്നിവയിൽ നിന്ന് ലഭിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനോ വളർത്തുന്നതിനോ എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സഹായവും സ്വീകരിക്കാതെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമോ ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പ് ആരംഭിച്ച് തുടക്കത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ബൂട്ട് സ്ട്രാപ്പ്. ദ നെക്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് വൺ ഈസ് MVP, മിനിമം വയബിൾ പ്രോഡക്റ്റ്. ഒരു സ്റ്റാർട്ടപ്പിന്റെ ആശയം പരീക്ഷിക്കുന്നതിനോ വിപണിയിൽ അതിന്റെ സ്വീകാര്യത മനസ്സിലാക്കുന്നതിനോ വേണ്ടി ഏറ്റവും ബേസിക് ഫീച്ചേഴ്സിൽ തയ്യാറാക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ പ്രാഥമിക രൂപമാണ് MVP. ഇത് വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഉപഭോക്താക്കളുടെ പ്രതികരണം ശേഖരിക്കാനും ഉൽപ്പന്നം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ആപ്പ് വികസിപ്പിക്കുകയാണെങ്കിൽ എല്ലാ സവിശേഷതകളും ഉൾപ്പെടുത്താതെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ മാത്രമുള്ള ഒരു ലളിതമായ വെർഷൻ ആദ്യം ഉപഭോക്താക്കളുടെ അഭിപ്രായം മനസ്സിലാക്കാവുന്നതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് പിവോട്ട്. ഒരു സ്റ്റാർട്ടപ്പിന്റെ ബിസിനസ് തന്ത്രത്തിലോ മോഡലിലോ വരുത്തുന്ന പ്രധാന മാറ്റമാണ് പിവോട്ട്. വിപണിയുടെ ആവശ്യങ്ങൾ, ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ബിസിനസിന്റെ ദിശ മാറ്റുന്നതാണ് പിവോട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് വാല്യുവേഷൻ. ഒരു സ്റ്റാർട്ടപ്പിന്റെ സാമ്പത്തിക മൂല്യം അല്ലെങ്കിൽ വിപണിയിലെ അതിന്റെ വിലയെ സൂചിപ്പിക്കുന്നതാണ് വാല്യുവേഷൻ. ഇത് കമ്പനിയുടെ നിലവിലെ സാമ്പത്തിക പ്രകടനം, വളർച്ചാ സാധ്യതകൾ, ആസ്തികൾ, വരുമാനം, വിപണിയിലെ ഡിമാൻഡ്, ടീം അംഗങ്ങളുടെ കഴിവുകൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് ഇത് നിർണ്ണയിക്കപ്പെടുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ബേൺ റേറ്റ്. ഒരു സ്റ്റാർട്ടപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾക്കായി എത്ര വേഗത്തിൽ പണം ചെലവഴിക്കുന്നു എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. മലയാളത്തിൽ പണച്ചെലവ് നിരക്ക് എന്ന് വിളിക്കും. ബേൺ റേറ്റ് എന്നത് സാധാരണയായി ഒരു മാസത്തിൽ സ്റ്റാർട്ടപ്പ് ചെലവഴിക്കുന്ന പണത്തിന്റെ തോത് കണക്കാക്കപ്പെടുന്നു, പ്രത്യേകിച്ച് അവർക്ക് ലാഭം ഉണ്ടാകുന്നതിന് മുൻപുള്ള ഘട്ടത്തിൽ. ദ നെക്സ്റ്റ് വൺ ഈസ് യൂണിക്കോൺ. യൂണിക്കോൺ എന്നത് $1 ബില്യൺ, ഏകദേശം 8,300 കോടി രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂല്യമുള്ള സ്വകാര്യമായ ഉടമസ്ഥതയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഉദാഹരണത്തിന് ബൈജൂസ്, പേടിഎം പോലുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ യൂണിക്കോൺ പദവി നേടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് കോണ്ടന്റ്സുമായി സീരീസ് സ്റ്റാർട്ടപ്പ് സംഭവം തുടരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് മൈൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. യു ആർ ലിസണിംഗ് ടു ദ വോയിസ് ഓഫ് ആര്യൻ. താങ്ക് യു.